ഇടുക്കി അണക്കര സ്വദേശിയായ 17-കാരനെ മോഷണക്കുറ്റം ആരോപിച്ച മർദ്ദിച്ച കേസിൽ കുട്ടിക്ക് തൊഴിൽ അധിഷ്ഠിത പഠനവും താമസവും നൽകാമെന്ന് പാസ്റ്റർ ബിനു വാഴമുട്ടം ഉറപ്പു നൽകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ബിനു വാഴമുട്ടം നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ കുട്ടി പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ എത്തിയത്. വാക്കുകളിലേക്ക്. പോയിട്ട് എത്ര കാലമായി? 12 വർഷമായി. ഇവരെ കഷ്ടപ്പെട്ട് വളർത്തുക. 10ാം ക്ലാസ് വരെ പഠിക്കണ്ടേ? വേണോ? ഇവനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോക്കോ. കേട്ടോ? ഇവിടെ നിർത്തിയേരെ. ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും. നമുക്ക് പഠിപ്പിച്ചാലോ? ഇവിടെ നിൽക്കുന്നു. അവൻ റെഡിയാ. അവനെ നമ്മൾ പഠിപ്പിച്ച് എടാ ശരിക്കും നീ 17 വയസ്സുകാരനെ മർദ്ദിച്ചതിൽ ഇടപെട്ട വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. മാനേജറടക്കം 3 പേരെ പ്രതികളാക്കി കട്ടപ്പന പോലീസ് കേസെടുത്തിട്ടുണ്ട്. അനുമതിയില്ലാതെ പ്രവർത്തിച്ച എലോഹി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് പഞ്ചായത്തുടൻ സ്റ്റോപ്പ് മെമ്മോ നൽകും. വൃദ്ധസദനത്തിൽ അന്തേവാസികൾ മർദ്ദനത്തിന് ഇരയാകുന്നുവെന്നും മർദ്ദനമേറ്റ പാടുകൾ കണ്ടുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പറഞ്ഞു. ഇവിടെ വന്ന് കണ്ടപ്പം എല്ലാവരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ കയറി മുകളിലോട്ടൊക്കെ പോയപ്പോഴത്തേന് അവരെ എല്ലാം ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം 1-2 ആളുകളുടെ പുറത്തെല്ലാം ഇടിച്ച് ചതഞ്ഞ പാടുകളാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലും പൊടി കുഞ്ഞുങ്ങളുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ആ കുഞ്ഞിനെ ഇവിടെ 2 വയസ്സുള്ളൊരു അതിനെ ഇവിടെ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് ഇവിടെ എല്ലാം മുറിഞ്ഞ് അതിൻ്റെ അമ്മ ഇവിടെ ജോലിക്ക് വന്നത്. അന്നേരം കുഞ്ഞിനെയും കൊണ്ടുവന്നു. പക്ഷേ അവരെയും കൊണ്ട് ഇപ്പോൾ അടുക്കള ജോലി ചെയ്യിച്ചിട്ട് പൈസ പോലും കൊടുക്കാത്ത ആ കുഞ്ഞിന് പാല് പോലും കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഒരു അനുവാദം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കിപ്പം കാണാൻ കഴിഞ്ഞത്. രാഹുൽ സുരേഷുമൊപ്പം പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം രാഹുൽ സുരേഷിലേക്ക് പോകുന്നു. രാഹുൽ, ഇന്നലെ നമ്മളാണ് ഈ 17 വയസ്സുകാരൻ്റെ ഈ ഒരു വാർത്ത, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേരളത്തെ അറിയിച്ചത്. അതായത് ഇപ്പോൾ ആ ബിനു വാഴമുട്ടം നൽകുന്ന ആ ഒരു പൊള്ളയായ വാഗ്ദാനം നമ്മൾ കേട്ടു. പഠിപ്പിക്കാം, അതോടൊപ്പം നല്ലൊരു ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കാം. ഇതൊക്കെ കേട്ട പാവം പയ്യൻ അവിടേക്ക് നിൽക്കാൻ സമ്മതിക്കുകയും പോവുകയുമായിരുന്നു. നല്ലൊരു വിദ്യാഭ്യാസം, നല്ലൊരു ഭാവി, നല്ലൊരു ജോലി, എത്ര സ്വപ്നങ്ങളുമായിട്ടായിരിക്കാം പോയത്. പക്ഷേ അത്ര ക്രൂരമായിട്ടാണ്, കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട്. ആൾക്കൂട്ട മർദ്ദനമായിരുന്നു. ഇവിടെ നിന്ന് തുടങ്ങിയ ഒരു അന്വേഷണമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? രാഹുലെ, എത്ര വലിയ ക്രൂരമായ പീഡനങ്ങൾ അവിടെ കുഞ്ഞുങ്ങളെന്നോ പ്രായമായവരെന്നോ മധ്യവയസ്കരെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അവിടെ ക്രൂരമായിട്ട് അവർ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളല്ലേ പുറത്തു വരുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന പാസ്റ്റർ, ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ മുതൽ നമ്മളോട് ഒരു വാക്ക് പോലും പ്രതികരിച്ചിട്ടില്ല. അയാൾക്ക് ഒളിപ്പിക്കാനോ മറയ്ക്കാനോ എന്തൊക്കെയോ കള്ളത്തരം അയാളുടെ പ്രവൃത്തിയിലും അയാളുടെ പെരുമാറ്റത്തിലും ഉണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയല്ലേ രാഹുൽ? ഷിഹാസ്, ഈ 17-കാരൻ അനുഭവിച്ച ക്രൂരത, ആ ദുരനുഭവം ഇന്നലെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഓരോ നിമിഷവും പുതിയ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ബിനു വാഴമുട്ടത്തിന് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ടെന്ന കാര്യം യാതൊരു സംശയവുമില്ല. ഇതുവരെയും ഷിഹാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും വിവാദമായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതിന്റെ ഉടമയായിട്ടുള്ള ബിനു വാഴമുട്ടം തയ്യാറായിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ കേസിൽ ബിനു വാഴമുട്ടത്തെ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് 8-ാം തീയതിയാണ് പത്തനംതിട്ട ഓമല്ലൂരുള്ള ഈ സ്ഥാപനത്തിൽ ഈ കുടുംബം എത്തുകയും ചെയ്യുന്നത്. ഈ ആരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബം അവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ അവരോട് സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതായത് ഇവരുടെ പിതാവ് 13 വർഷം മുമ്പാണ് വീട് വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 13 വർഷമായി വലിയ ദുഃഖങ്ങളിലൂടെ ആണ് മുന്നോട്ട് പോകുന്നത്. പഠിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൂത്ത മകനെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് ആ അമ്മയോട് പറയുകയാണ്. അപ്പോൾ അമ്മ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ അതിന് സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുന്നു, ഞങ്ങളുടെ കൂടെ നിന്ന് പഠിക്കാൻ നിനക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയും സമ്മതം മൂളുന്നു. അങ്ങനെയാണ് ഈ കുട്ടിയെ ഈ സ്ഥാപനം ഏറ്റെടുക്കുകയും ചെയ്തത്. എന്തായാലും ആ കുട്ടി വിചാരിച്ചിരുന്നത് തനിക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കും, അതിനുശേഷം നല്ലൊരു ജോലി ലഭിക്കും എന്നുള്ളതൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ പീഡനം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. 3 മാസം ആ കുട്ടി തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അവിടെ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഏറ്റവും ഒടുവിൽ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് തനിക്ക് നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും വേണമെന്ന് ഈ ആളുകളോട് പറയുന്നത്. അപ്പോഴാണ് വായിൽ തുണി തിരികെ ശേഷം
ചൂരലുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. എന്തായാലും സംഭവത്തിൽ ബിനോ വാഴമുട്ടം ഒഴികെയുള്ള 3 പേർക്കെതിരെ, ഈ സ്ഥാപനത്തിന്റെ മാനേജർ അടക്കമുള്ള 3 പേർക്കെതിരെ പ്രതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ ബിനോ വാഴമുട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അദ്ദേഹം അറിയാതെ ആ സ്ഥാപനത്തിൽ മറ്റൊന്നും നടക്കില്ല, അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടിയെ അവിടേക്ക് ഏൽപ്പിച്ചത്, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നതാണ് ഈ കുട്ടിയുടെ മാതാവ് ഏറ്റവും ഒടുവിലും നമ്മളോട് പറയുകയും ചെയ്തത്. എന്തായാലും ഈ കേസിന്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരൂഹതകളുടെ ചുരുളഴിയണം എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ എത്തിയപ്പോൾ, ആ സ്ഥാപനത്തിൽ നേരിട്ട് എത്തിയപ്പോൾ അതിലും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. അത് പത്തനംതിട്ടയിൽ നിന്നും പ്രവീൺ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ കുട്ടി 17 വയസ്സുള്ള കുട്ടി കൂടാതെ ഈ പ്രായത്തിൽ ചെറുതായിട്ടുള്ളതും പ്രായത്തിൽ മുതിർന്ന മാതാപിതാക്കളും അടക്കം ആ സ്ഥാപനത്തിൽ, ആ സ്നേഹമന്ദിരത്തിൽ ദുരിതയാതന അനുഭവിച്ചുകൊണ്ട് കഴിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ദുരിതയാതന അനുഭവിച്ച ആദ്യത്തെ കുട്ടി എന്ന നിലയിൽ ആ 17-കാരന്റെ ദുരനുഭവം പുറത്തു വന്നതിന് പിന്നാലെയാണ് കൂടുതൽ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിൽ ഈ സ്ഥാപനത്തിന്റെ മാനേജറായിട്ടുള്ള റെജി ഉൾപ്പെടെ 3 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്.